ഓസ്കാർ ജേതാവായ സംഗീത ഇതിഹാസം AR റഹ്മാൻ ബോളിവുഡിലെ വിവേചനങ്ങളെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇന്ത്യയിലെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ വലിയ ചർച്ചയാകുന്നു. കഴിഞ്ഞ 8 വർഷമായി ബോളിവുഡിൽ തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും അതിന് പിന്നിൽ വർഗീയ വികാരങ്ങൾ കാരണമായിട്ടുണ്ടാകുമെന്നുമുള്ള റഹ്മാന്റെ പരാമർശം പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. റഹ്മാന്റെ ഈ നിലപാടിനെതിരെ തീവ്രമായ പ്രതികരണവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തി. റഹ്മാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു മതത്തിലേക്ക് തിരികെ വരണമെന്നും എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പഴയതുപോലെ അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നും VHP ദേശീയ വക്താവ് വിനോദ് ബൻസാൽ പ്രസ്താവിച്ചു. റഹ്മാന്റെ ഭൂതകാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു വിനോദ് ബൻസാലിന്റെ വിമർശനം. AR റഹ്മാൻ ഒരിക്കൽ ഹിന്ദുവായിരുന്നുവെന്നും എന്തിനാണ് അദ്ദേഹം മതം മാറിയതെന്നും ബൻസാൽ ചോദിച്ചു. സ്വന്തം വ്യക്തിത്വത്തിലേക്ക് മടങ്ങുന്നത് അദ്ദേഹത്തിന്റെ കരിയറിന് ഗുണകരമാകുമെന്നാണ് VHPയുടെ വാദം. ഇന്ത്യയിലെ നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളെയും ഭരണ സംവിധാനത്തെയും മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗവുമായി റഹ്മാൻ ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് ബൻസാൽ ആരോപിച്ചു. ഇത്തരത്തിലുള്ള സഖ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ചിന്താഗതിയെ സ്വാധീനിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കാലത്ത് ജാതി മത ഭേദമന്യേ എല്ലാ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് ഹിന്ദുക്കൾ റഹ്മാനെ നെഞ്ചിലേറ്റിയവരാണെന്ന് ബൻസാൽ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ തനിക്ക് ജോലി ലഭിക്കാത്തതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ റഹ്മാൻ ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. തന്റെ തൊഴിൽപരമായ പോരായ്മകൾ തിരിച്ചറിയുന്നതിന് പകരം ഇന്ത്യൻ ചലച്ചിത്ര മേഖലയെ ഒന്നടങ്കം അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് റഹ്മാൻ നടത്തുന്നത്. ഇത്തരം നിസ്സാരമായ വാക്കുകൾ ഒരു രാഷ്ട്രീയക്കാരന് ചേർന്നതാകാം. എന്നാൽ റഹ്മാനെ പോലൊരു കലാകാരന് ഇത് ഒട്ടും യോജിച്ചതല്ലെന്നും VHP വക്താവ് വ്യക്തമാക്കി. വിവാദങ്ങൾക്ക് ആധാരമായത് BBC ഏഷ്യൻ നെറ്റ്വർക്കിന് റഹ്മാൻ നൽകിയ അഭിമുഖമാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഗീത മേഖലയും സിനിമയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് റഹ്മാൻ അതിൽ തുറന്നു പറഞ്ഞിരുന്നു. കാരണം 8 വർഷത്തിനിടെ ബോളിവുഡിൽ ഉണ്ടായ മാറ്റങ്ങൾ അദ്ദേഹം അക്കമിട്ട് നിരത്തി. രാജ്യത്തെ അധികാരഘടനയിൽ ഉണ്ടായ മാറ്റം സിനിമയിലെ സർഗാത്മകതയെ തളർത്തിയെന്നാണ് റഹ്മാന്റെ പക്ഷം. കലയുമായി ബന്ധമില്ലാത്തവരാണ് ഇപ്പോൾ ചലച്ചിത്ര മേഖലയിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത് ബോളിവുഡിനെ തനിമ ഇല്ലാതാക്കുന്നുവെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. സിനിമകളിൽ വർഗീയത കടന്നുകൂടുന്നു എന്ന ഗൗരവകരമായ ആരോപണവും റഹ്മാൻ ഉന്നയിച്ചു. ക്രിയേറ്റീവ് അല്ലാത്ത ആളുകൾ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവിടെ വർഗീയ വികാരങ്ങൾക്കും മുൻഗണന ലഭിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് വർഷങ്ങളായി സജീവമാണെങ്കിലും ഇപ്പോഴും ഒരു പുറനാട്ടുകാരനെ പോലെയാണ് തനിക്ക് അനുഭവപ്പെടുന്നതെന്ന് റഹ്മാൻ വേദനയോടെ പറഞ്ഞു. വർഗീയമായ കാരണങ്ങളാൽ തനിക്ക് പല പ്രൊജക്ടുകളും നഷ്ടപ്പെട്ടതായി അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. സിനിമയെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ആയുധമായി ചിലർ ഉപയോഗിക്കുന്നുണ്ടെന്ന് റഹ്മാൻ കുറ്റപ്പെടുത്തി. ഇത്തരം പ്രവണതകൾ സംഗീതത്തിന്റെ നന്മയെല്ലാം ഇല്ലാതാക്കും. ഭിന്നിപ്പുണ്ടാക്കുന്ന ഉള്ളടക്കമുള്ള സിനിമകളിലേക്ക് തന്നെ ക്ഷണിച്ചാൽ മാന്യമായി അത് നിരസിക്കാറാണ് പതിവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ബോളിവുഡിൽ വലിയ തരംഗമുണ്ടാക്കിയ ചാവ എന്ന ചിത്രത്തിനെതിരെയും റഹ്മാൻ സംസാരിച്ചു. ഈ ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചത് റഹ്മാൻ തന്നെയായിരുന്നുവെങ്കിലും ചിത്രം മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. താൻ സംഗീതം നൽകിയ ചിത്രം തന്നെ വർഗീയമായ ഉള്ളടക്കം പീറുന്നുവെന്ന് തിരിച്ചറിഞ്ഞതിലെ അതൃപ്തി റഹ്മാൻ മറച്ചുവെച്ചില്ല. സിനിമയുടെ പേര് എടുത്തു പറഞ്ഞുള്ള ഈ വിമർശനം ബോളിവുഡിലെ വൻകിട നിർമ്മാണ കമ്പനികളെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. കലാകാരന്മാർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് റഹ്മാൻ തന്റെ അഭിമുഖത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. വിദേശം പ്രചരിപ്പിക്കുന്ന സിനിമകൾക്ക് സംഗീതം നൽകാൻ തന്റെ മനസ്സ് അനുവദിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. റഹ്മാന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചേരിതിരിവ് പ്രകടമായിട്ടുണ്ട്. ഒരു വിഭാഗം റഹ്മാന്റെ സത്യസന്ധതയെ പുകഴ്ത്തുമ്പോൾ മറ്റൊരു വിഭാഗം അദ്ദേഹം രാജ്യവിരുദ്ധമാണെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. VHPയുടെ ഘർ വാപസി പരാമർശം തീകൊളുത്തി വിവാദം കൂടുതൽ വഷളാക്കാനാണ് സാധ്യത. മതം മാറാൻ ആവശ്യപ്പെടുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. റഹ്മാന്റെ പരാമർശങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് BJP അനുകൂല കേന്ദ്രങ്ങളും ആരോപിക്കുന്നുണ്ട്. എന്നാൽ താൻ നേരിടുന്ന വിവേചനം തുറന്നു പറയുക മാത്രമാണ് ചെയ്തതെന്നാണ് റഹ്മാനുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബ്രാഞ്ചുകളിൽ ഒന്നായ AR റഹ്മാൻ പോലും വിവേചനം നേരിടുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ കലാകാരന്മാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന ചോദ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ഇത് കലയുടെ ലോകത്തെ അശുഭകരമായ സൂചനയാണ്. ബോളിവുഡിലെ കുത്തകകളും രാഷ്ട്രീയ താല്പര്യങ്ങളും ചേർന്ന് മികച്ച പ്രതിഭകളെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം നേരത്തെയും ഉയർന്നിട്ടുണ്ട്. റഹ്മാനെ പോലൊരു ആഗോള പ്രതിഭ ഇതിനെതിരെ ശബ്ദമുയർത്തിയത് മാറ്റങ്ങൾക്ക് വഴി തെളിയിക്കുമോ എന്ന് കണ്ടറിയണം. എന്തായാലും VHPയുടെ കടുത്ത വിമർശനങ്ങളോടെ ഘർ വാപസി നിർദ്ദേശത്തോടോ റഹ്മാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ഒരു കലാകാരനെ മതത്തിന്റെ പേരിൽ വേട്ടയാടുന്നത് ശരിയല്ലെന്ന നിലപാടിലാണ് ആരാധകർ.